അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വേർഡ്പ്രസിന്റെ ഒരു വീഡിയോ ആണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എങ്ങനെ നമുക്ക് മെനൂസുകൾ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം നമുക്കൊരു ഏതൊരു വെബ്സൈറ്റ് ആണെങ്കിലും ഓരോ വെബ്സൈറ്റിലും മെനൂസുകൾ ഡിഫറൻ്റ് ആയിരിക്കാം. ഇപ്പോൾ ഒരു സർവീസ് ഡിപ്പെൻഡ് ചെയ്തിട്ടൊരു വെബ്സൈറ്റ് ഒക്കെ ആണെങ്കിൽ നോർമലി ഹോം ഉണ്ട്, ദെൻ അബൌട്ട് അസ്, കോൺടാക്ട് അസ്, ദെൻ സർവീസ്, ഇത്രയും കാര്യങ്ങളൊക്കെ നോർമലി കാണുന്നത്. ദെൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇതുപോലൊക്കെ കാര്യങ്ങൾ ബോട്ടം പോർഷനിലൊക്കെ ആയിരിക്കും വരുന്നത്. അതുപോലെ ഓരോ വെബ്സൈറ്റിൻ്റെയും രീതിക്കനുസരിച്ച് ഇത് മെനൂസുകൾ വ്യത്യാസപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ചില വെബ്സൈറ്റുകൾ ചിലപ്പോൾ ഡ്രോപ്പ് ഡൗൺ കാണാം. ഇപ്പോൾ സർവീസ് തന്നെ സർവീസിൻ്റെ അവിടെ മൗസ് പോയിന്റ് കൊണ്ട് വെക്കുമ്പോൾ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് പോലെ ചിലപ്പോൾ കാണാനായിട്ട് സാധിക്കും അവരെന്തൊക്കെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. അപ്പം ഓരോ യൂസിനെ ഡിപ്പെൻഡ് ചെയ്ത് മെനൂസുകൾ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം ആ മെനൂസുകളൊക്കെ എങ്ങനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ്. ഇതിലിപ്പോൾ മെനൂസുകളുണ്ട്. മെനൂസിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കിനി ഈ കാര്യങ്ങൾ വേണ്ടി ഡിലീറ്റ് ചെയ്യാം. ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഈ മെനൂസിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. ഇവിടെ കാണുന്ന കസ്റ്റമൈസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഒന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി അതല്ല, ഡാഷ്ബോർഡിൽ പോയിട്ട് അവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനായിട്ടും സാധിക്കും. ഇവിടുന്ന് ഈ മെനൂസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ടോപ്പ് മെനു എന്നൊരു പോർഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ടോപ്പ് മെനു നമുക്ക് നോക്കാം ഈ ടോപ്പ് മെനൂസിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന്. ഹോം ആൻഡ് സാമ്പിൾസ്, ആ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഇപ്പം ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടുന്ന് ഇപ്പോൾ ഏതെങ്കിലും നമ്മൾ ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടുന്ന് ഡിലീറ്റായി പോകും. ഇനി ഈ മെനൂസുകൾ ഫുള്ള് ഡിലീറ്റ് ചെയ്ത ശേഷം പുതിയൊരു മെനൂസ് ആഡ് ചെയ്ത് നമുക്ക് നോക്കാം. അതിനായിട്ട് ക്രിയേറ്റ് ന്യൂ മെനു എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണ്. അതിനുശേഷം ഇവിടെ മെനൂസിന് പേര് കൊടുക്കണം. നമ്മൾ എന്ത് പേരാണ് കൊടുക്കണമെന്നാണ്. ഞാനിപ്പോൾ കൊടുക്കാനായിട്ട് പോകുന്നത് ടോപ്പ് എന്നാണ്. ടോപ്പ്. ദെൻ അതിനുശേഷം ടോപ്പ് മെനു എന്ന് പറയുന്ന ഈ ഒരു ചെക്ക് ബോക്സ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്യാം. ആഡ് ഐറ്റംസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത്. ഇതിപ്പം നമ്മുടെ ഓൾറെഡി ഉള്ള പേജസുകളാണ് ഇവിടെ ഇങ്ങനെ ലിസ്റ്റായി കാണിച്ചിട്ടുള്ളത്. ദെൻ ഹോം ക്ലിക്ക് ചെയ്തു. ദെൻ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഹോം വന്നു. ദെൻ ബ്ലോഗ് ക്ലിക്ക് ചെയ്തു. ബ്ലോഗ്, കോണ്ടാക്ട്, പോട്ടാസ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നു. ജസ്റ്റ് ഇത് നമുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ റൺ ചെയ്താൽ ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാൻ പബ്ലിഷ് ക്ലിക്ക് ചെയ്യുവാണ്. ഇതിപ്പോൾ നമ്മൾ റൺ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള മെനൂസാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഹോം, ബ്ലോഗ്, കോണ്ടാക്ട്, എബൌട്ട്. ഇതിപ്പം നമ്മൾ ഓൾറെഡി നമ്മളിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പേജസുകളാണ് ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അതായത് ഈ പേജസിലുള്ള ഈ കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ഇതല്ലാതെ നമുക്ക് പുതിയതായിട്ട് ഒരു പേജ് ഇനി ക്രിയേറ്റ് ചെയ്ത് ആ പേജ് ഇവിടെ വരുത്തണമെങ്കിൽ നമ്മൾ ചെയ്യണത് ആഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് ന്യൂ പേജ്. ഞാനിവിടെ പേജിന് പേര് കൊടുക്കുകയാണ്. ഞാൻ ഗാലറി എന്ന് പറയുന്നൊരു പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകണം. ഗാലറി പേര് കൊടുത്തു. അതിനുശേഷം ആഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പം കണ്ടോ, ഗാലറി എന്ന് പറയുന്ന പുതിയൊരു പേജ് ഇപ്പം ആഡായിട്ടുണ്ട്. നമുക്കിനി നോക്കാം ഈ പേജ് എന്ന് പറയുന്ന ഏരിയയിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗാലറി എന്ന് പറയുന്ന പേജ് വന്നിട്ടുണ്ടോ എന്ന്. ഗാലറി എന്ന് പറയുന്ന ഒരു പേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് പുതിയ പേജും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും. റിഫ്രഷ് ചെയ്യുക. ഇപ്പം ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നോർമലി വരുന്നൊരു സംശയമാണ് എങ്ങനെയായിരിക്കും ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് വേർഡ്പ്രസ് ഉപയോഗിച്ച്. അത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. അതായത് കോണ്ടാക്റ്റിൻ്റെ ഈ കോണ്ടാക്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ്റെ തൊട്ട് താഴെ എബൌട്ട് ആൻഡ് ഗാലറി വരണമെങ്കിൽ നമ്മൾ ചെയ്യണത് ഏത് ഓപ്ഷനാണോ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ആക്കേണ്ടത് അതൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക. അതായത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക റൈറ്റ് സൈഡിലോട്ട്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഇത് ഡ്രോപ്പ് ഡൗൺ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പബ്ലിഷ് ചെയ്ത് നോക്കാം. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിതിൻ്റെ റീഓർഡർ അറേഞ്ച് ചെയ്ത് മാറ്റണമെങ്കിൽ ഹോം കഴിഞ്ഞ ശേഷം ഗാലറിയാണ് വരേണ്ടത്. ബ്ലോഗ് ഏറ്റവും ലാസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്കത് അലൈൻമെൻറ്റ് ചെയ്ത് നമുക്ക് പൊസിഷൻ നമുക്ക് കറക്റ്റാക്കി എടുക്കുവാനായിട്ടും സാധിക്കും. ജസ്റ്റ് അത്
ഡ്രാഗ് ചെയ്ത് പൊസിഷൻ മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ കണ്ട പൊസിഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ മെനൂസുകൾ ആഡ് ചെയ്യുന്നതും മെനൂസുകൾ റീഅറേഞ്ച് ചെയ്യുന്നതും ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എല്ലാം ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചോദിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടു എങ്ങനെയാണ് നമ്മൾ മെനൂസുകൾ നമുക്ക് അറേഞ്ച് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് മെനൂസുകൾ നമുക്ക് അറേഞ്ച് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചോദിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഇനിയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടടുത്താണ് ബെൽ ഐക്കൺ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ ഇതിൽ നല്ലൊരു കാര്യം നമുക്ക് പിന്നെയും കണ്ടുമുട്ടാം.